ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു വീഡിയോ കുറേ ദിവസങ്ങൾക്ക് മുമ്പുള്ള വീഡിയോ ആണ് കേട്ടോ. അതായത് നോമ്പിൻ്റെ ഇടയിലായിരുന്നു നമ്മുടെ അത്തച്ചിയുടെ ബർത്ത്ഡേ വന്നത്. പക്ഷേ നമുക്ക് ആ സമയത്ത് ഇങ്ങനെ എഡിറ്റ് ചെയ്ത് ഇങ്ങനെ ഒരു ലോങ് വീഡിയോ ആയിട്ട് ഇടാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. മെയിനായിട്ട് ലോങ് വീഡിയോയ്ക്ക് വേണ്ടിയിട്ടല്ലായിരുന്നു നമ്മൾ വീഡിയോ എടുത്തത്. ഒരു ചെറിയൊരു വീഡിയോ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് മാത്രം എടുത്തതാണ്. അത് നമ്മൾ ഇൻസ്റ്റയിലൊക്കെ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. നമ്മുടെ ഫോളോവേഴ്സൊക്കെ അറിയാവുന്നവരൊക്കെ തന്നെ എല്ലാവരും തന്നെ കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ വീഡിയോ ഗാലറി തന്നെ കിടക്കുമായിരുന്നു. അപ്പോൾ ഞാൻ നോക്കിയപ്പോൾ ഒന്ന് എഡിറ്റ് ചെയ്ത് ലോങ് വീഡിയോ ആക്കി ഇടാം. അതിലങ്ങനെ എല്ലാം ആഡ് ചെയ്യാനൊന്നും പറ്റിയിട്ടുണ്ടായിരുന്നില്ലല്ലോ, നമ്മളെല്ലാം സെറ്റ് ചെയ്യണതൊന്നും. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ എടുക്കാമെന്ന് വിചാരിച്ചതാണ് കേട്ടോ. അപ്പോൾ നമ്മൾ അത്തച്ചിക്ക് കൊടുക്കാൻ വേണ്ടി ഉദ്ദേശിച്ചത് പെരുന്നാളും കൂടെ അടുത്ത സമയം ആയതുകൊണ്ട് ഷർട്ടും മുണ്ടും അതേപോലെ തന്നെ ഒരു ടീഷർട്ടും പിന്നെ 2 ടവൽ, പള്ളിയിലൊക്കെ പോകുമ്പോൾ ഉപയോഗിക്കാൻ പറ്റിയ ടവലിൻ്റെ 2 ബോക്സും അങ്ങനെയാണ് കേട്ടോ കൊടുക്കാൻ ഉദ്ദേശിച്ചത്. പിന്നെ നമ്മൾ സർപ്രൈസായിട്ട് തന്നെ നമ്മൾ ലൈഫിൽ ആദ്യമായിട്ടാണ് കേട്ടോ ഇങ്ങനെ ഇത്രയും വാല്യുബിളായിട്ടുള്ളൊരു ഗിഫ്റ്റ് കൊടുക്കണത്. ഞാൻ ഒറ്റയ്ക്കല്ല, ഞാനും അനീത്തിയും കൂടിയാണ് കേട്ടോ ഗിഫ്റ്റ് കൊടുക്കണത്. അനീത്തി ഇവിടെ ഇല്ല, അവൾ ഖത്തറിലാണ്. അപ്പം ഞങ്ങൾ രണ്ടും കൂടെ ഒരു 1.5 മാസമായിട്ടുള്ള വലിയ പ്ലാനിങ്ങിന് ശേഷമാണ് കേട്ടോ ഇങ്ങനെ എല്ലാം റെഡിയാക്കി കൊടുത്തത്. അപ്പോൾ അത്തച്ചിയുടെ ഫോൺ ഓൾമോസ്റ്റ് പോയ അവസ്ഥയായിരുന്നു. എന്ന് വെച്ചാൽ വലിയ പ്രശ്നമൊന്നുമില്ല, എന്നാലും കുറേ പഴയതായിരുന്നു. അപ്പോൾ ഞങ്ങൾക്കൊരാഗ്രഹം, പൈസ അങ്ങനെ ഉണ്ടായിട്ടൊന്നുമല്ല, പക്ഷേ പൈസ നമ്മുടെ കാര്യങ്ങളൊക്കെ തീർന്ന് നമ്മുടെ കടങ്ങളൊക്കെ തീർന്നു കഴിഞ്ഞിട്ട് ഇതുപോലെയുള്ള ആഗ്രഹങ്ങളൊക്കെ സാധിക്കാമെന്ന് വെച്ച് കഴിഞ്ഞാൽ അതൊന്നും നടക്കൂലല്ലോ. പൊട്ടിക്കാതെ ഐശു മാറിക്ക പിള്ളേര് സമ്മതിക്കൂല. അത് പൊട്ടിക്കട്ടെ. അയ്യാത് പൊട്ടിക്കാതെ അത്തച്ച അത് പൊട്ടിച്ചോതാ. അത് അത്തച്ചേനെ പൊട്ടിക്കൂട്ടാ. ഐശു മാറി കഴിച്ചു. ഐശു ഫ്രണ്ടിന് പൊട്ടിക്ക പോവാങ്ങ. പിന്നെ ഇതിൽ ട്വിസ്റ്റായിരുന്നു കേട്ടോ ഈ അമ്മച്ചിക്കും കൂടെ നമ്മൾ ഫോൺ കൊടുക്കാമെന്നുള്ളത്. അമ്മച്ചിയുടെ ഫോൺ അത്തച്ചിയുടെ ഫോണിനേക്കാളും ഭയങ്കര പഴയതായിട്ടുണ്ടായിരുന്നു. മൊത്തം ഹാങ് ആയിട്ട് പിള്ളേർ കളിച്ച് ഗെയിം കളിച്ചൊക്കെ മൊത്തത്തിൽ പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അമ്മച്ചിക്കും കൂടെ ഒരു സർപ്രൈസ് ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് അത്തച്ചിയുടെ ബർത്ത്ഡേക്ക് നമ്മളങ്ങനെ അമ്മച്ചിക്കും സർപ്രൈസ് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ പിള്ളേരൊക്കെ കൂടി അത്തച്ചി എല്ലാം അൺബോക്സ് ചെയ്തു. അത്തച്ചിക്കും തുറന്നപ്പോൾ തന്നെ ഭയങ്കര സർപ്രൈസ് ആയിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ അത്തച്ചിയുടെ ഗിഫ്റ്റിൻ്റെ കൊടുത്ത് ഒരു ഡ്രിമ്മറും കൂടെ ഉണ്ടായിരുന്നു. അത്തച്ചി കുറേ നാളും അങ്ങനെ ഒരു കാര്യങ്ങളും അവളോടോ അല്ലെങ്കിൽ ആരോടോ എന്നോടൊന്നും അങ്ങനെ പറയണതല്ല. പക്ഷേ ഇങ്ങനെ ആദ്യമായിട്ട് പറഞ്ഞതായിരുന്നു ഒരു ഡ്രിമ്മർ എപ്പോഴെങ്കിലും വരുമ്പോഴോ അല്ലെങ്കിൽ ആരുടെയും കൊടുത്തുവിടാൻ അങ്ങനെ എപ്പോഴെങ്കിലും അത്തച്ചി പറഞ്ഞേൽപ്പിച്ചിട്ടുണ്ടായിരുന്നു. അത് ഈ ഫോൺ വാങ്ങിക്കുന്ന കേസ് ഞാൻ പറഞ്ഞപ്പോൾ അവൾ എന്നോട് പറഞ്ഞതാട്ടോ. അപ്പം നമുക്ക് എല്ലാം കൂടെ ഒരുമിച്ച് റെഡിയാക്കാമെന്നും പറഞ്ഞ് അങ്ങനെ റെഡിയാക്കിയതാട്ടോ. അപ്പോൾ അവൾ ഏതാ ബ്രാൻഡിന്നും സംഭവം എന്താണെന്നൊക്കെ ഉള്ളത് എനിക്ക് അയച്ചു തന്നിട്ട് ഞാൻ തന്നെ നമ്മുടെ ഇവിടുത്തെ ഷോപ്പിൽ നിന്ന് തന്നെ വാങ്ങിയതാണ് കേട്ടോ. മൈജിന്നാണ് നമ്മൾ ഡ്രിമ്മർ വാങ്ങിയിട്ടുണ്ടായിരുന്നത്. അമ്മച്ചി ശരിക്കും സർപ്രൈസ് ആയിട്ട് ഒരു ഷോക്ക് പോലെ ആയിട്ടുണ്ടായിരുന്നു കേട്ടോ. കാരണം തീരെ പ്രതീക്ഷിച്ചിട്ടില്ലല്ലോ. അത്തച്ചിയുടെ ബർത്ത്ഡേക്ക് എന്തായാലും അമ്മച്ചിക്ക് ഒരു സർപ്രൈസ് ഒട്ടും തന്നെ പ്രതീക്ഷിച്ചിട്ടില്ലായിരുന്നു. അപ്പോൾ അമ്മച്ചി കരയുകയെന്നൊക്കെ പറഞ്ഞ് പിള്ളേരിന്ന് കളിയാക്കണ്ടായിരുന്നു കേട്ടോ. സത്യം പറഞ്ഞാൽ കണ്ണിങ്ങനെ നിറഞ്ഞിങ്ങനെ ഒഴുകാൻ പാകത്തിനുള്ള അവസ്ഥയിലായിട്ടുണ്ടായിരുന്നു. അപ്പോൾ പിന്നെ നമ്മൾ ഓരോ കോമഡിയൊക്കെ പറഞ്ഞ് അതൊക്കെ അങ്ങോട്ട് മാറിപ്പോയി. പിന്നെ ഈ വീഡിയോ ഞാൻ ഇൻസ്റ്റയിലൊക്കെ പോസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് എഡിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്ന വീഡിയോ ആണ് കേട്ടോ. ഈ വീഡിയോ ഞാൻ 2-3 തവണ നമ്മുടെ യൂട്യൂബിൽ ഷോർട്സ് ആയിട്ടൊക്കെ ഇടാൻ വേണ്ടി നോക്കിയിട്ടുണ്ടായിരുന്നു. പിന്നെ ഈ പാട്ട് വന്നുകൊണ്ട് കോപ്പിറൈറ്റ് വരുമായിരുന്നു. അതുകൊണ്ട് പാട്ട് ആഡ് ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് ഞാൻ വെറുതെ ഒന്ന് ആഡ് ചെയ്തതാണ് കേട്ടോ ഇതിനകത്ത്. ഒരുപാട് നമ്മൾ നോക്കിയിട്ടുണ്ട്, പക്ഷേ യൂട്യൂബിൽ നമുക്ക് പാട്ടോട് ഇടാൻ പറ്റില്ല. യൂട്യൂബിൽ നിന്ന് തന്നെ നമുക്ക് പാട്ട് സെയിം ഇതിലേക്ക് ആഡ് ചെയ്യാം. പക്ഷേ ഈ ഒരു പാട്ട് ഇത്രയും ടൈമിനനുസരിച്ച് കിട്ടുന്നുണ്ടായില്ല കേട്ടോ.
അപ്പം അങ്ങനെ നമ്മുടെ വലിയ ആഗ്രഹം അങ്ങനെ സാധിച്ചു. ഫോൺ നമ്മൾ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത് നമ്മുടെ റിലേറ്റീവ് തന്നെ ആയിട്ടുള്ള ഒരു കടയിൽ നിന്നാണ് കേട്ടോ. മാൻഡീജ് എന്നാണ് ഷോപ്പിൻ്റെ പേര്. മൂവാറ്റുപുഴക്കാർക്കൊക്കെ അറിയാൻ പറ്റും. നമ്മൾ എല്ലാ ആവശ്യവും എൻ്റെ ഫോണും ഒക്കെ ഞാൻ അവിടെ നിന്ന് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത്. ഞാൻ 7 മാസമായിട്ടുള്ളൂ 15 എടുത്തിട്ടുണ്ടായിരുന്നു. അതും ഒരുപാട് വലിയ ആഗ്രഹത്തിൻ്റെ പുറത്തെടുത്തതാണ് കേട്ടോ. അതെല്ലാം നമ്മൾ അവിടെ നിന്ന് തന്നെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. ഫോണുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ കേസുകളും അങ്ങോട്ട് തന്നെയാണ് പോവാറ്. അങ്ങനെ വീഡിയോ അത്രയേ ഉള്ളൂ. എന്തായാലും ഒരുപാട് നാളത്തെ ഞങ്ങളുടെ ആഗ്രഹം സാധിച്ചു കേട്ടോ. നല്ല സന്തോഷമുണ്ട് അതിൽ. പിന്നെ നമ്മുടെ സന്തോഷത്തേക്കാൾ കൂടുതൽ അവരുടെ സന്തോഷം കാണാനും കൂടെ പറ്റിയതിൻ്റെ ആ ഒരു ഇതിലായിരുന്നു കേട്ടോ. കാരണം നമ്മൾ ഒരുപാട് സർപ്രൈസുകൾ കേക്ക് ഉണ്ടാക്കിയും ചെറിയ ചെറിയ ഗിഫ്റ്റുകളൊക്കെ വെഡിങ് ആനിവേഴ്സറിക്കൊക്കെ കൊടുത്തിട്ടുണ്ടെങ്കിലും എല്ലാവർക്കും റിലേറ്റ് ചെയ്യാൻ പറ്റുമെന്ന് അറിയില്ല. എല്ലാവരെ സംബന്ധിച്ച് വലിയ ഗിഫ്റ്റ് ആണോ എന്ന് അറിയില്ല. പക്ഷെ ഞങ്ങളെ സംബന്ധിച്ചത് വലിയ ഗിഫ്റ്റ് തന്നെയാണ്. ഞങ്ങൾക്ക് ചെയ്യാവുന്നതിൽ വെച്ച് വലിയൊരു കാര്യം തന്നെയാണെന്നാണ് ഞങ്ങൾ വിചാരിക്കുന്നത്. അപ്പോൾ അതിൻ്റേതായ സന്തോഷമുണ്ട് കേട്ടോ. അപ്പോൾ വീഡിയോ അത്രയേ ഉള്ളൂ. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബും കൂടെ ചെയ്ത് ചാനലൊന്ന് സപ്പോർട്ട് ചെയ്യാൻ കേട്ടോ. അപ്പോൾ നെക്സ്റ്റ് നല്ലൊരു വ്ളോഗും കേക്ക് ഡെക്കറേഷൻസൊക്കെ ആയിട്ട് വീണ്ടും വരുന്നതായിരിക്കും.